രാജ്യം വ്യാപകമായിട്ടുള്ള പ്രതിഷേധങ്ങളാണ് നടക്കുന്നത്. അതിന് താങ്കളെപ്പോലെയുള്ള പല മേഖലകളിലും പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ അതിൽ പങ്കെടുക്കുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ? ഞാനൊരു മനുഷ്യനായതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അനീതികൾ കണ്ടാൽ ചോദിക്കാൻ വളരെ സ്വാഭാവികമായിട്ട് ബാബാ സാഹേബ് അംബേദ്കറിന്റെ പഠനങ്ങൾ എന്നെ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ അനീതികൾ കണ്ടാൽ സംസാരിക്കേണ്ടത് നമ്മുടെ കടമയും കൂടിയാണ്. അപ്പോൾ ആ കടമയുള്ള ഉത്തരവാദിത്തമുള്ള ജനങ്ങളാണ് ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. വന്ന എല്ലാവർക്കും നന്ദി. ഇതുപോലെ തന്നെ താങ്കളെപ്പോലെ തന്നെ പല ആളുകളും വരുന്നു. ഇതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടും എതിർത്തുകൊണ്ടും വരുന്ന ആളുകളുണ്ട്. അങ്ങനെയുള്ളവരോട് പറയാനുള്ളത് എല്ലാ കാര്യങ്ങൾക്കും രണ്ട് വശങ്ങളുള്ളതായിട്ടുണ്ടല്ലോ. ചില ആൾക്കാരെ രാജ്യസ്നേഹം, ചില ആൾക്കാരെ രാജ്യദ്രോഹമാണ്. ഞാൻ ഒരു രാജ്യസ്നേഹിയാണ്. അപ്പോൾ എൻ്റെ രാജ്യത്തിന് വേണ്ടി എൻ്റെ വിദ്യാർത്ഥികളാണ് സമരം ചെയ്യുന്നത്. അവരെ കൂടെ നിൽക്കുക എന്നുള്ളത് രാജ്യസ്നേഹി എന്നുള്ള നിലയ്ക്ക് എൻ്റെ കടമയാണ്. പ്രതിഷേധം തുടരുകയാണ്. തീർച്ചയായിട്ടും അനീതികൾ നിലനിൽക്കുന്നവരെ പ്രതിഷേധങ്ങൾ തുടരും. ഈ അനീതി കാണിക്കുന്നവരെ ജനങ്ങൾ, വിദ്യാർത്ഥികൾ, വെള്ളിയാഴ്ച ഗൗതം നോക്കട്ടെ. ഞാൻ പരമാവധി പിന്നെ പരമാവധി നോക്കട്ടെ. ബുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ ആരുടെ കയ്യിലേക്ക് കുഞ്ഞിന്റെ അടുത്തായിരുന്നു. ആ മോന്റെ കയ്യിലുള്ളത് അവന്റെ ഒരു വായി കണക്ട് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ ആ പുസ്തകം. നമ്മള് സമരം ഇപ്പൊ വിജയിച്ചല്ലോ, അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഈ സമരം അൾട്ടിമേറ്റ് ആയി വിജയിച്ചു എന്നുള്ള കാര്യത്തിൽ, അതായത് ഒരാൾ രാജിവെച്ചു എന്ന് പറഞ്ഞ് ഒതുങ്ങുന്നതല്ല ഈ സമരം. ഈ കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്ത് ഇനിയും കൊള്ളരുതായ്മകൾ ഇഷ്ടം പോലെയുണ്ട്. വർഗീയവൽക്കരണം, അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് നേരെയുള്ള പ്രതിഷേധം. ഇപ്പം വിദ്യാർത്ഥികൾക്ക് നേരെയുള്ള പ്രതിഷേധത്തിൽ ഇപ്പം ലാത്തി കൊണ്ട് തല്ലി ചതയ്ക്കുന്നത്, ലാത്തിയിൽ മുള്ളു വെച്ചിട്ട് അടിക്കുന്നത്, ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. ഇവരവരോ അപ്പോളജൈസ് ചെയ്താൽ മതിയോ ഇവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം എന്നുള്ള കാര്യം നമ്മൾ ചർച്ച ചെയ്യണം. ഒരു പാവപ്പെട്ട പ്രതിഷേധിക്കുന്ന വിദ്യാർത്ഥികൾ എന്താണ് അവരുടെ ആവശ്യം എന്ന് പറയുന്നത്? നഷ്ടപരിഹാരം കൊടുക്കുക, മരിച്ച കുട്ടികൾക്ക് കുട്ടികളുടെ ഫാമിലിക്ക് നഷ്ടപരിഹാരം കൊടുക്കുക, പിന്നെ വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കുക, അങ്ങനെയുള്ള വെറും ന്യായമായ സമരം. അതായത് സൈലൻ്റായിട്ട്, അതായത് ഒരു പ്രശ്നവുമില്ലാതെ സമാധാനപരമായിട്ട് പ്രതിഷേധിച്ചുകൊണ്ടിരുന്ന ആൾക്കാരെ ലാത്തിയും ഇതുപോലുള്ള സംഭവങ്ങൾ വെച്ച് തല്ലിച്ചതയ്ക്കുമ്പോൾ അവരെ വെറുതെ വിട്ടാൽ മതിയോ, അത് അവരുടെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണോ എന്നുള്ള വലിയ ചോദ്യമാണ്. എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഐഡൻറ്റിഫൈ ചെയ്ത എല്ലാ പോലീസുകാരെയും, അതിൽ ഗുണ്ടകളും ഇതിനകത്ത് വന്നിട്ടുണ്ട്. RSS ഗുണ്ടകളും അവിടുത്തെ ലോക്കലായിട്ടുള്ള ആൾക്കാരെല്ലാം ഈ കുട്ടികളെ തല്ലിച്ചതയ്ക്കാനായിട്ടുണ്ട്. അപ്പോൾ അവർക്കെതിരെ കൃത്യമായിട്ടുള്ള നിയമ നടപടി ഉണ്ടാവണം. പിന്നെ കുട്ടികളെ കോക്രോച്ച് എന്ന് വിളിച്ച് ഈ സമരത്തിൽ തിരിയിട്ട് കൊടുത്ത ജസ്റ്റിസ് സൂര്യകാന്ത്, അദ്ദേഹം ഭയങ്കര ഒരു മണ്ടത്തരമാണ് കോക്രോച്ച് എന്ന് വിളിച്ചോട് ചെയ്തിരിക്കുന്നത്. അപ്പം അത് വലിയൊരു പ്രക്ഷോഭമായി ഇനിയും മുന്നോട്ട് വരട്ടെ. E20 പെട്രോൾ, മണിപ്പൂർ വിഷയം, ഇതെല്ലാം ഇങ്ങനെ സമരം ചെയ്യുന്ന യുവത്വത്തെ എനിക്ക് വളരെയധികം പ്രതീക്ഷയുണ്ട്. അപ്പോൾ ഇനിയും സമരങ്ങൾ ഉണ്ടായി വരട്ടെ. നമ്മളുടെ ഇന്ത്യ ഒരു നല്ലൊരു ബെറ്റർ ഇന്ത്യയായി മാറട്ടെ. അഴിമതിരഹിത ഒരു എല്ലാവരും ഒരുമിച്ച് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി പ്രൊക്ലൈം ചെയ്യുന്ന ഒരു ഇന്ത്യയായി മാറട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം.